നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസി കാരൻ ചാനൽ. ചെൽസി കോച്ചുകളുടെ ഡിബേറ്റ് ഹോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. വി ഹാവ് 3 coaches and 1 mystery coach. Xavi is now sacked. Is that the mystery coach? Robert De Zerbi ഇപ്പോഴും കംപ്ലീറ്റ്ലി ചെൽസി കാൻഡിഡേറ്റ് ലിസ്റ്റിൽ നിന്ന് പുറത്തായിട്ടില്ല. Is that the mystery coach? So nobody knows who the mystery coach is. Even Fabrizio Romano പോലും പറഞ്ഞിട്ടുണ്ട് yes, they are considering a 4th coach. So we have മെക്കനെ കുറിച്ച് ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞു. Then we have Maresca, ലെസ്റ്റർ സിറ്റിയുടെ. ഈ മെറസ്ക എന്ന പേര് പറയുമ്പോൾ എനിക്ക് പഴയ വാൻ ഹെൽസിംഗിന്റെ സിനിമയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഡോൺ ടോയ് വിത്ത് ഹാർ, മെറസ്ക എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അത് ഓർമ്മ വരുന്നത്. പിന്നെ വി ഹാവ് തോമസ് ഫ്രാങ്ക്. ആ പേര് എവിടെ നിന്ന് എങ്ങനെ വന്നു, എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ പോലും ഐ ഹാവ് അബ്സല്യൂട്ട്ലി നോ ഐഡിയ. പിന്നെ അവസാനത്തെ മിസ്റ്ററി പറയുന്ന കോച്ച് ഷാവി ഈസ് അവൈലബിൾ, ബാർസലോണ കോച്ച്. ഹി ഗോട്ട് സാക്ഡ്, വിച്ച് ഇസ് അബ്സല്യൂട്ട്ലി വിയേർഡ്. ചിന്തിക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരി വന്നു പോവാണ് ബാർസലോണയുടെ ആ കോച്ചിന്റെ സാധ്യത വെച്ച് ആലോചിച്ച് നോക്കാൻ നേരത്ത്. അപ്പൊ ഞാൻ ഈ കുറച്ച് സമയങ്ങൾ ചെലവഴിച്ചു ഈ പ്ലേയേഴ്സിനെ കുറിച്ച്. മെക്കനെ കുറിച്ച് ഞാൻ ഓൾറെഡി സംസാരിച്ചു. ഞാൻ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ കാണുക, അതിനകത്ത് ഞാൻ കുറച്ചും കൂടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പറയുന്നുണ്ട്. സോ ദ ചോയ്സസ് ബിറ്റ്വീൻ മെറസ്ക, തോമസ് ഫ്രാങ്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന റോബർട്ട് ഡെ സെർബി, അല്ലെങ്കിൽ ഈ പറയുന്ന ഷാവി. നൗ ഓപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മൈ പേഴ്സണൽ ചോയ്സ് വിൽ ഓൾവേസ് ഗോ ടു ഷാവി. എനിക്കൊരു ചെറിയൊരു സംശയം ഷാവിയുടെ കേസിൽ വാട്ട് ഹാപ്പൻ വിത്ത് വിക്ടർ റോക്ക് എന്നുള്ളതാണ്. റോക്കിനെ അദ്ദേഹം കംപ്ലീറ്റ്ലി അങ്ങനെ അവഗണിച്ച് കളഞ്ഞു, ഒട്ടും തന്നെ മൈൻഡ് ആക്കില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാവിയാൻ. അതാണ് ജാലപ്പോർട്ടിയായിട്ടുള്ള മെയിൻ അടി. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ചെൽസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം എൻ ഇഷ്യൂ. ഒരു നല്ലൊരു ടാലന്റഡ് യങ്സ്റ്ററിനെ ഷാവി മൊത്തമായിട്ട് അങ്ങനെ മൈൻഡ് ആക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എൻ ഇഷ്യൂ. പക്ഷെ ഷാവിക്ക് പറ്റിയൊരു ടീം ഇതിനകത്തുണ്ട്. ഇറ്റ്സ് എ പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ കളിക്കാൻ പറ്റിയ ഒരു ടീമുണ്ട്. ഹീസ് എക്സ്പീരിയൻസ്, ബാർസലോണയിലെ ഒരു ടൈറ്റിൽ വിൻ ചെയ്തിട്ടുള്ളതാണ്, ഒരു കപ്പ് ടൈറ്റിൽ, പിന്നെ ഒരു കപ്പ് ടൈറ്റിൽ അടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഹീസ് ഓഫ് കോഴ്സ് എ ലെജൻഡ് ഓഫ് ഫുട്ബോൾ. വരുമ്പോൾ തന്നെ ഒരു കരിഷ്മ ഉണ്ടാവും, വരുമ്പോൾ തന്നെ ആൾക്കാർ നോക്കുന്നുണ്ടാവും. ഈ ഫിലോസഫി ഓഫ് ജോൺ ക്രൈഫ് ആൻഡ് പെപ് ഗോർഡിയോള, ബാർസലോണയുടെ ടിക്കി ടാക്ക സ്റ്റൈൽ, ദിസ് ഗൈ ഈസ് ബിൽഡ് ഫോർ ചെൽസി. ഈ ഓപ്ഷൻസിലാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഐ വുഡ് ബ്ലൈൻഡ്ലി ടേക്ക് ഷാവി. പക്ഷെ ഷാവിയുടെ ഇഷ്യൂ ബോർഡിനെ സംബന്ധിച്ച്, പുള്ളിക്കാരൻ ഒരു സീസൺ കഴിഞ്ഞിട്ട് ഒന്ന് പറയും മകളെ എനിക്ക് ഇന്ന പ്ലേയേഴ്സിനെ വേണമെന്ന് പറയും, ബോർഡ് പറയും നോ എന്ന് പറയും, അതോടെ അടിച്ചു പിരിഞ്ഞ് ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു സീസൺ വേണമെന്നില്ല, ജാനുവരി ട്രാൻസ്ഫർ വിൻഡോ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് അറിയാൻ പറ്റും ഷാവിയുടെ ഇൻഫ്ലുവൻസ്. അവിടെ വരുമ്പോൾ ഷാവിനെ ഒരു പക്ഷേ ബോർഡ് കൺസിഡർ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത കുറവായിട്ട് തോന്നുന്നു. ലെറ്റ്സ് സ്പീക്ക് അബൌട്ട് റോബർട്ട് ഡെ സെർബി. നൗ റോബർട്ട് ഡെ സെർബിയുടെ ഏറ്റവും വലിയ ക്രിറ്റിസിസം ഭയങ്കര അഡമന്റ് ആയിട്ടുള്ള ഒരു കോച്ചാണ്. ടാക്ടിക്കലി ഒട്ടും ഫ്ലെക്സിബിൾ അല്ല എന്നാണ് പലരും പറയുന്നത്. ഞാൻ ബ്രൈറ്റന്റെ കളിയൊന്നും ഞാൻ അത്രയ്ക്ക് ക്ലോസ്ലി ഫോളോ ചെയ്തിട്ടില്ല. പക്ഷെ ബ്രൈറ്റനെ സംബന്ധിച്ച് ദേ ഹാവ് ലോസ്റ്റ് 3 players. തുടക്കം റോബർട്ട് ഡെ സെർബി പറഞ്ഞ ഡയലോഗാണ്, കൈസഡോ അല്ല, കൈസഡൊന്നും പോയാൽ ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾക്ക് ഓൾറെഡി അവിടെ ഞങ്ങൾ റീപ്ലേസ്മെന്റ് കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഡയലോഗൊക്കെ അടിച്ച് സീസണിന്റെ പകുതിയൊക്കെ ആയപ്പോഴത്തേക്കല്ല പ്ലെയേഴ്സ് ഇഞ്ചോർഡ് ആണ്, പ്ലെയേഴ്സ് പോയി, അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ഡെ സെർബിയുടെ ട്യൂൺ എങ്ങനെ മാറി. നൗ ഡെ സെർബിയുടെ കഴിഞ്ഞ സീസൺ ഒഴിച്ച് അതിന് മുമ്പത്തെ സീസൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹോട്ട് പ്രോപ്പർട്ടി തന്നെ ആയിരുന്നു. ഒരു പക്ഷെ കഴിഞ്ഞ ഒരു സീസണിന്റെ പേരിൽ മാത്രം ഡെ സെർബിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് വാല്യൂ കുറഞ്ഞു എന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ ഹിസ് ഫിലോസഫി ഈസ് ബ്രില്യന്റ്. ഇൻഫാക്ട് ദിസ് സ്ക്വാഡ് ഈസ് മെന്റ് ഫോർ ഡെ സെർബി. മുഡ്രിക് ഉണ്ട്, ലെവി കോൾവിൻ ഉണ്ട്, യു ഹാവ് കൈസെഡോ, യു ഹാവ് കുക്കുറയ. ഈ ഒരു ടീമിനെ ഒരു സെറ്റപ്പ് ചെയ്തെടുത്ത് കളിപ്പിക്കാൻ പറ്റിയ ഒരു കോച്ചാണ് ഡെ സെർബി എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. മൈ സെക്കൻഡ് ചോയ്സ് ആഫ്റ്റർ ഷാവി ആണെന്നുണ്ടെങ്കിൽ ഡെ സെർബിയാണ്. പക്ഷെ ഡെ സെർബിയുടെ ഇഷ്യൂ എന്തോ ബ്രൈറ്റൺ ആയിട്ട് പുള്ളിക്കാരനൊരു ക്ലാഷ് ഉണ്ടായി ഓൺ പ്ലെയർ സെയിൽസ് ആൻഡ് ഓൾ ദാറ്റ് സ്റ്റഫ്. അപ്പൊ അങ്ങനെ കുറച്ചുകൂടി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കോച്ച് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ചെൽസിക്ക് അങ്ങനെ ഒരു കോച്ച് പാടില്ല. ചെൽസിക്ക് ഒരു കോച്ച് ചെയ്യണം. കോച്ചിന് പ്ലെയേഴ്സിനെ ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഷാബി അലോൺസോന്റെ പ്രോജക്റ്റും വേണം. ഷാബി അലോൺസോന്റെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പോയിട്ട് അടുത്ത സീസൺ, രണ്ടാമത്തെ സീസണിൽ പോയി പ്ലെയേഴ്സിനെ ചോദിച്ചു, ബോർഡ് മേടിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പൊ നമ്മുടെ ബോർഡ് അങ്ങനെ കാണിച്ചില്ല, ഷാബി അലോൺസോ വേണം എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ നടക്കുന്നത് എനിക്ക് അറിയില്ല. എനിവേ അതുകൊണ്ട് നൗ ദ ചോയ്സ് ബിറ്റ്വീൻ മെറസ്ക ആൻഡ് മെക്കന്ന. മറസ്കയ്ക്കെതിരെയുള്ള ഏറ്റവും വലിയ ക്രിറ്റിസിസം ലെസ്റ്റർ സിറ്റിക്ക് ഉണ്ടായിരുന്ന സമയത്ത് അവർ ഓൾമോസ്റ്റ് അവരുടെ ടൈറ്റിൽ ചാലഞ്ച് ബോട്ടിൽ ചെയ്തു എന്നാണ് പറയുന്നത്. ലെസ്റ്റർ സിറ്റിയുടെ സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് വാസ് വെരി വീക്ക് ആൻഡ് ലീഡ്സിനെതിരെ അവർ 5-0 അവർ തോറ്റു എന്നുള്ള കുറച്ച് വിമർശനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഞാനൊരു ട്വിറ്ററിൽ ഒരു ആർട്ടിക്കിൾ അതിനെ കോണ്ടെക്സ്റ്റുവലൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ലീഡ്സ് ആയിട്ട് തോറ്റ ഒരു തോൽവി, അത് ആക്ച്വലി 1-0 ലീഡ് ചെയ്യായിരുന്നു, റെഡ് കാർഡ് കിട്ടി, അതിനുശേഷം ഉണ്ടായിരുന്ന ഒരു തോൽവിയാണ്. ലീഡ്സ് ആയിട്ടാണ് കൊമന്ററി ആയിട്ടായിരുന്നു അങ്ങനെ ഒരു ടീം. പിന്നെ ലീഡ്സ് ആയിട്ടുള്ള ഒരു മത്സരം, അതായത് ലീഡ്സിലെ എലൻ റോഡ് ചാമ്പ്യൻഷിപ്പിലെ ആൻഫീൽഡ് ആണെന്നാണ് പറയപ്പെടുന്നത്. കാരണം അത്രയ്ക്കൊരു ഫോർട്രസ് ആണ് ചാമ്പ്യൻഷിപ്പിലെ ലീഡ്സിന്റെ എലൻ റോഡ്. അപ്പൊ അവിടെ പോയി ജയിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. പക്ഷെ ആ തോൽവികളിൽ ഗോൾ കൺസീഡ് ചെയ്തതും ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം മെറസ്കയുടെ ശൈലിയും സ്റ്റൈൽ ഓഫ് പ്ലേക്കും വേണ്ട
സെന്റർ ബാക്കുകളല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലെസ്റ്റർ സിറ്റിയിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ആ ട്വിറ്റർ പറയുന്നത്. Now, which could be fair enough, പക്ഷേ that concerns me. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ആർ നോട്ട് ടാക്ടിക്കലി ഫ്ലെക്സിബിൾ എന്നുള്ളൊരു ഒരു തോന്നൽ എനിക്ക് വരാം, അല്ലെങ്കിൽ യു നീഡ് സർട്ടൻ കൈൻഡ് ഓഫ് പ്ലെയേഴ്സ് എന്നാലേ വരുള്ളൂ. താങ്ക്ഫുള്ളി ചെൽസിയുടെ കേസിൽ വി ഹാവ് എ സർട്ടൻ കൈൻഡ് ഓഫ് പ്ലെയേഴ്സ്. ആൻഡ് ഇപ്പോഴും നമ്മൾ 2 സെന്റർ ബാക്കുകളെ നോക്കുക എന്നുള്ളത് വാർത്ത കേൾക്കുന്നുണ്ട്. ലുക്കിംഗ് ഫോർ 2 സെന്റർ ബാക്സ്, ലെഫ്റ്റ് ബാക്ക് ആൻഡ് സ്ട്രൈക്കർ. സോ ആ ടീം സെറ്റ് ആക്കി കൊടുക്കാനായിട്ട് നമ്മുടെ ബോർഡ് ഉറങ്ങി തിരിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കിട്ടുമ്പോൾ മെറസ്ക ഇസ് എ ഹൈലി പൊസഷൻ അറ്റാക്കിംഗ് ഓറിയന്റഡ് കോച്ച്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും കമ്മിങ് മെറസ്ക വിൽ നോട്ട് ബി എ ചാലഞ്ച് എന്നുള്ള ഒപ്പീനിയനും വരുന്നുണ്ട്. മെക്കന്നയുടെ കേസ് ഞാൻ നേരത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. മെക്കന്നയും മെറസ്കയും രണ്ടുപേരും ഹൈ റിസ്ക് കോച്ചുകളാണ്. രണ്ടുപേരും ടോപ്പ് ഡിവിഷനിലേക്ക് എക്സ്പോഷർ അല്ലാത്ത വ്യക്തികളാണ്. ഈവൻ ദോ അസിസ്റ്റന്റ് കോച്ചായിട്ട് മെക്കന്ന വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ഒരു ടോപ്പ് ലീഗിൽ വന്നിട്ട് ഹെഡ് കോച്ചായിട്ട് വർക്ക് ചെയ്യുക, ദ പ്രഷർ ഓഫ് സിറ്റിംഗ് ഇൻ ദാറ്റ് ബെഞ്ച് വിൽ ബി മാസീവ്. അപ്പോ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ 2 കോച്ചുകളും റിസ്ക് ആണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഒരു പേഴ്സണൽ ചോയ്സ് പറയുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ ടു ബി ഓണസ്റ്റ്. മെക്കന്നയുടെ പേര് പറയാൻ മനസ്സ് വരുന്നു, കാരണം ഇപ്സ്വിച്ചിനെ ലീഗ് 1 നിന്ന് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പ്രീമിയർ ലീഗിലേക്ക് എത്തിച്ച ഒരു മനുഷ്യനാണ്. അപ്പൊ ഒരു യങ് സ്ക്വാഡിനെ ഡെവലപ്പ് ചെയ്ത് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ്. നേരെ മറിച്ച് ലെസ്റ്റർ സിറ്റി ഈസ് ഓൾറെഡി എ പ്രീമിയർ ലീഗ് ടീം. ആ ഒരു ക്വാളിറ്റി ടീമിനെ കോച്ച് ചെയ്ത് പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഇപ്പൊ മെറസ്ക. അപ്പൊ ഇവർ രണ്ടുപേരിൽ ആരായാലും സത്യം പറഞ്ഞ എനിക്കിപ്പോ ഒന്നും പറയാനില്ല. ആര് വന്നാലും വി ആർ ചെൽസി ഫുട്ബോൾ ക്ലബ്. നമ്മൾ എന്ത് ദേഷ്യം തോന്നിയാലും അൾട്ടിമേറ്റ്ലി ഞാൻ പറയാം, ആ ആദ്യത്തെ പ്രീമിയർ ലീഗ് ആകുമ്പോൾ നമ്മൾ എല്ലാവരും ടിവിയുടെ മുന്നിൽ ഇരിക്കും. എന്നിട്ട് പതുക്കെ തലയിൽ ഇങ്ങനെ തോർത്ത് നോക്കിയിട്ട് കമോൺ ചെൽസി എന്ന് നമ്മൾ പറയും. നമ്മൾ അങ്ങനെയാണ് മക്കളെ. ഇൻഫാക്ട് ഫ്രാങ്ക് ലാംപാർഡ് സാക്കാക്കപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞു മതി, ഞാൻ നിർത്തി, ഞാൻ ഇനി തോമസ് ടൂക്കലിൽ ആര് വന്നാലും ഞാൻ ചീത്ത പറയാന്നൊക്കെ പറഞ്ഞ ഡയലോഗ് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 2ാമത്തെ കളി ആയപ്പോഴത്തേക്കും തോമസ് ടൂക്കലോ നോക്കട്ടെ എന്ന് പറയുന്ന ഒരു അവസ്ഥ എത്തി. So ultimately we will support any coach. So order of preference, Xavi, De Zerbi, Maresca or McKenna doesn't matter to me. വരിക ടീമിനെ ടോപ്പ് 3ലേക്ക് കോമ്പീറ്റ് ചെയ്യാൻ നോക്കുക. That's my ask. Do let me know guys your thoughts in the comment section. Thank you so much for watching. Signing off, SK from Chelsea Karan.